മൊഡ്യൂൾ 3 ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചറിൽ മൊഡ്യൂൾ 3 കംപ്രഷൻ മെമ്പേഴ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം കംപ്രഷൻ മെമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. ഇത് മൊഡ്യൂൾ 3 ഫസ്റ്റ് ലെക്ചറാണ്. ഓക്കെ, അപ്പോൾ കംപ്രഷൻ മെമ്പേഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ എ മെമ്പർ വിച്ച് ക്യാരീസ് ആൻ ആക്സിയൽ കംപ്രഷൻ ഈസ് നോൺ ആസ് കംപ്രഷൻ മെമ്പർ. ഒരു മെമ്പർ ആക്സിയൽ കംപ്രഷൻ ക്യാരി ചെയ്യുന്ന ആ മെമ്പറിനെയാണ് നമ്മൾ കംപ്രഷൻ മെമ്പർ എന്ന് പറയുന്നത്. കംപ്രഷൻ മെമ്പേഴ്സിന് എക്സാമ്പിളാണ് സ്റ്റാൻഷൻ, റാഫ്റ്റർ, സ്ട്രട്ട്, ബൂംസ്, പോസ്റ്റ്, അങ്ങനെയുള്ളതൊക്കെ ഈ കംപ്രഷൻ മെമ്പേഴ്സിന് എക്സാമ്പിളാണ്. ഈ സ്റ്റാൻഷൻ എന്ന് പറഞ്ഞാൽ ഈ വെർട്ടിക്കലായിട്ട് കാണുന്ന ഇതിനെയാണ് നമ്മൾ വെർട്ടിക്കലായിട്ട് കാണുന്ന കോളത്തിനെയാണ് നമ്മൾ സാധാരണ സ്റ്റാൻഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഷൻ സാധാരണ ഒരു കംപ്രഷൻ മെമ്പറാണ്. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സിലൊക്കെ കാണുന്ന റാഫ്റ്റർ, ഈ ഇങ്ങനെ പോകുന്ന ഈ വെർട്ടിക്കലായിട്ട് പോകുന്ന ഈ മെമ്പേഴ്സിനെ പറയുന്നതാണ് റാഫ്റ്റർ എന്ന് പറയുന്നത്. ഈ ഹൊറിസോണ്ടലായിട്ട് പോകുന്നതിന് പിർലിൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റാഫ്റ്റർ എന്ന് പറയുന്നത് ഒരു കംപ്രഷൻ മെമ്പേഴ്സിന് എക്സാമ്പിളാണ്. ഇനി സ്ട്രട്ട് എന്ന് പറയുന്നതും ഡ്രസ്സിലൊക്കെ കാണുന്ന ഈ ഇൻക്ലൈൻഡ് ആയിട്ട് കാണുന്ന ഈ പോർഷനാണ് നമ്മൾ സ്ട്രട്ട് എന്ന് പറയുന്നത്. സ്ട്രട്ടും ഒരു കംപ്രഷൻ മെമ്പറാണ്. പിന്നെ പോസ്റ്റ്, ബൂംസ് എന്ന് പറയുന്ന ക്രെയിനിലെ ഒരു സ്ട്രക്ചറാണ്. ബൂംസൊക്കെ കംപ്രഷൻ മെമ്പറാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് ചിലപ്പം കംപ്രഷൻ മെമ്പർ ഡിസൈൻ ചെയ്യാനായിരിക്കില്ല ക്വസ്റ്റ്യൻ ചോദിക്കണം. ചിലപ്പം സ്ട്രട്ട് ഡിസൈൻ ചെയ്യും, അല്ലെങ്കിൽ സ്റ്റാൻഷൻ എന്നൊക്കെ പറഞ്ഞായിരിക്കും. അപ്പോൾ ഈ ഓരോ പേരും അറിഞ്ഞു വെച്ചിരിക്കണം എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കും. അപ്പോൾ റാഫ്റ്റർ, സ്ട്രട്ട്, സ്റ്റാൻഷൻ, ബൂം, പോസ്റ്റ് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് കംപ്രഷൻ മെമ്പറിൻ്റെ ഡിസൈൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഈ കംപ്രഷൻ മെമ്പേഴ്സിനെ നമുക്ക് സാധാരണയായിട്ട് നമുക്ക് ആംഗിൾ സെക്ഷൻ, റെക്റ്റാങ്കിൾ സെക്ഷൻ, സർക്കുലർ സെക്ഷൻ, ഹോളോ സെക്ഷൻസ് ഒക്കെ നമുക്ക് ഈ കംപ്രഷൻ മെമ്പേഴ്സിൽ കൊടുക്കാൻ പറ്റും. ഇനി ഹെവി ലോഡ് ഡൗൺ വരികയാണെങ്കിൽ നമ്മൾ ബിൽട്ടപ്പ് സെക്ഷൻസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ കംപ്രഷൻ മെമ്പർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ബിൽട്ടപ്പ് സെക്ഷൻസ് ഒക്കെ എന്താണെന്ന് വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ഈ കംപ്രഷൻ മെമ്പറിനെ നമുക്ക് സ്ലെൻഡർനെസ് റേഷ്യോ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാം. സ്ലെൻഡർനെസ് റേഷ്യോ അനുസരിച്ച് വെരി ഷോർട്ട് കോളം, വെരി ലോങ് കോളം, ഇൻ്റർമീഡിയറ്റ് കോളം, അങ്ങനെ 3 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഈ വെരി ഷോർട്ട് കോളം എന്ന് പറഞ്ഞാൽ ലാംഡ ലെസ് ദാൻ 30 ലാംഡ എന്ന് പറയുന്നത് സ്ലെൻഡർനെസ് റേഷ്യോ. ഈ സ്ലെൻഡർനെസ് റേഷ്യോ 30യേക്കാൾ കുറവാണെങ്കിൽ ആ ടൈപ്സ് ഓഫ് കംപ്രഷൻ മെമ്പറിനെ നമ്മൾ വെരി ഷോർട്ട് എന്നാണ് പറയുന്നത്. അതായത് ചെറുതായിരിക്കും, വെരി ഷോർട്ടായിരിക്കും. ഇത് നമ്മുടെ ഫെയിലാവുന്ന ഈ വെരി ഷോർട്ട് കോളമൊക്കെ കംപ്രഷൻ മെമ്പർ ഫെയിലാവുന്നത് ക്രഷിങ് കാരണമാണ്. ക്രഷിങ് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോയിട്ടാണ് ഈ വെരി ഷോർട്ട് കോളം ഫെയിലാവുന്നത്. ഇനി വെരി ലോങ് കോളം എന്ന് പറഞ്ഞാൽ ലാംഡ ഗ്രേറ്റർ ദാൻ 80യേക്കാളും സ്ലെൻഡർനെസ് റേഷ്യോ കൂടുതലാണെങ്കിൽ ആ ടൈപ്സ് ഓഫ് കംപ്രഷൻ മെമ്പറിനെ നമ്മൾ വെരി ലോങ് എന്നാണ് പറയുന്നത്. അത് ഫെയിലാവുന്നത് ഇലാസ്റ്റിക് ബക്ലിംഗ് കാരണമാണ്. ബക്ലിംഗ് എന്ന് പറഞ്ഞാൽ വളഞ്ഞു പോയിട്ടാണ് അത് ഫെയിലാവുന്നത്. ഇനി ഇൻ്റർമീഡിയറ്റ് ഉണ്ട്. അതായത് ഈ 30ക്കും 80ക്കും ഇടയിലാണ് നമ്മുടെ ലാംഡയുടെ വാല്യൂ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് കോളം അല്ലെങ്കിൽ കംപ്രഷൻ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ ഇൻ്റർമീഡിയറ്റ് കംപ്രഷൻ മെമ്പർ ലാംഡ 30ക്കും 80ക്കും ഇടയിലാണെങ്കിൽ ആ ടൈപ്സ് ഓഫ് കംപ്രഷൻ മെമ്പറിനെ ഇൻ്റർമീഡിയറ്റ് കംപ്രഷൻ മെമ്പർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് കംപ്രഷൻ മെമ്പേഴ്സ് ഫെയിലാവുന്നത് ക്രഷിങ്ങും ബക്ലിങ്ങും കാരണം ഫെയിലാവാം. ആദ്യം കാണുന്നത് വെരി ഷോർട്ട്, എന്ന് വെച്ചാൽ ലെങ്ത് കുറവാണ്, ഹൈറ്റ് കുറവാണ്, സ്ലെൻഡർനെസ് റേഷ്യോ കുറവാണ്. അപ്പോൾ ഇത് ഫെയിലാവുന്നത് ക്രഷിങ് കാരണമായിരിക്കും. അതായത് ലാംഡ ലെസ് ദാൻ 30 ആണെങ്കിൽ വെരി ഷോർട്ടായിരിക്കും. അടുത്ത ഇൻ്റർമീഡിയറ്റ് ആണെങ്കിൽ ലാംഡ എന്ന് പറയുന്നത് അതായത് സ്ലെൻഡർനെസ് റേഷ്യോ 30ക്കും 80ക്കും ഇടയിലായിരിക്കും, ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും. അതിനാണ് ഇൻ്റർമീഡിയറ്റ് കംപ്രഷൻ മെമ്പർ എന്ന് പറയുന്നത്. അത് നമുക്ക് ക്രഷിങ്ങിലൂടെ ഇവിടെ നിന്ന് ലോഡ് വരുമ്പം ഇവിടെ നിന്ന് ക്രഷ് ചെയ്ത് പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞും ബക്കിൾ ചെയ്തും പോവാം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത്. ഇനി വെരി ലോങ് ഉണ്ട്. അതായത് ലാംഡ ഗ്രേറ്റർ ദാൻ 80യേക്കാൾ കൂടുതലാണെങ്കിൽ അതിൽ ഇലാസ്റ്റിക് ബക്ലിംഗ് ആയിരിക്കും സംഭവിക്കുന്നത്. അതായത് വളഞ്ഞു പോയിട്ടാണ് അത് ഫെയിലിയർ സംഭവിക്കുന്നത്. ഇനി നമുക്ക്
പ്രോബ്ലംസിലോട്ട് പോവാം. പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഈ ചാപ്റ്ററിൽ പല ടൈപ്സിൽ നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്സ് എന്ന് പറഞ്ഞത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ആക്സിയൽ ലോഡ് കപ്പാസിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കുക. ഒരു കംപ്രഷൻ മെമ്പറിൻ്റെ ആക്സിയൽ ലോഡ് കപ്പാസിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ എങ്ങനെ ചെയ്യുമെന്നുള്ള സ്റ്റെപ്സാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ ആക്സിയൽ ലോഡ് കപ്പാസിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത്, കംപ്രഷൻ മെമ്പറിൻ്റെ ആക്സിയൽ ലോഡ് കപ്പാസിറ്റി, ലോഡ് കണ്ടുപിടിക്കാനോ അതുപോലെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനോ ഒക്കെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുകയാണെങ്കിൽ അതിൽ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് ദി ഡീറ്റെയിൽസ് അബൌട്ട് ദി ഗിവൻ സെക്ഷൻ ഫ്രം ദി സ്റ്റീൽ ടേബിൾ. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു സെക്ഷൻ തന്നിരിക്കും, ISA എന്നോ ISHB എന്നോ ISLB അങ്ങനെ പറഞ്ഞിട്ട് ഒരു സെക്ഷൻ തന്നിരിക്കും ക്വസ്റ്റ്യനിൽ. അപ്പോൾ ആ സെക്ഷൻ നമ്മൾ സ്റ്റീൽ ടേബിളിൽ എടുത്തിട്ട് നമുക്ക് അതിൽ സ്റ്റീൽ ടേബിളിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റാസ് എടുത്ത് എഴുതുക എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് നമുക്ക് സ്റ്റീൽ ടേബിളിന് ഏരിയ കിട്ടും, പിന്നെ വെബിൻ്റെ തിക്നെസ് കിട്ടും, ഫ്ലാഞ്ചിൻ്റെ തിക്നെസ്, ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്ത്, ഡെപ്ത്ത്, RXS, ROI, IXS, IOY അങ്ങനെ പല ഇതും നമ്മുടെ സ്റ്റീൽ ടേബിൾ പ്രൊവൈഡഡ് ആണ്. അപ്പോൾ അതൊക്കെ എടുത്ത് എഴുതി വെക്കുക എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബക്ലിംഗ് ക്ലാസ്. ചെക്ക് ദി ബക്ലിംഗ് ക്ലാസ്. നമ്മുടെ വെരി ഷോർട്ട് ലോങ് കംപ്രഷൻ മെമ്പേഴ്സൊക്കെ ഫെയിൽ ആവുന്ന ബക്ലിംഗ് വെച്ചിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പം ഇതിൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ് ബക്ലിംഗ് ക്ലാസ് എന്ന് കണ്ടുപിടിക്കുക എന്നാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ബക്ലിംഗ് ക്ലാസ്സിനെ കുറിച്ച് പറയുന്നത് അതിലൊരു ടേബിൾ 10 പേജ് നമ്പർ 44 ടേബിൾ 10 ഈ ബക്ലിംഗ് ക്ലാസ്സിനെ കുറിച്ച് പറയുന്നത്. ഇതാണ് ടേബിൾ 10 IS 800 and 2007 പേജ് നമ്പർ 44 ടേബിളാണ്. ബക്ലിംഗ് ക്ലാസ്സിനെ കുറിച്ച് പറയുന്ന ടേബിളാണിത്. ഇതിലിപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ റോൾഡ് ഐ സെക്ഷനാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ട്. ഐ സെക്ഷൻ്റെ ആക്സിയൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയാണ് കണ്ടുപിടിക്കുകയെങ്കിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് ഏത് ബക്ലിംഗ് ക്ലാസ്സിലാണ് ഇത് ഫെയിൽ ആവണേന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ആദ്യം ഉള്ളത് അതിങ്ങനെ H/BF കണ്ടുപിടിക്കണം. H/BF. H എന്ന് പറയുന്നത് ഈ ഐ സെക്ഷൻ്റെ ടോട്ടൽ ഈ ഹൈറ്റിനെയാണ് നമ്മൾ H എന്ന് പറയുന്നത്. ഇനി BF എന്ന് പറയുന്നത് ഫ്ലാഞ്ചിൻ്റെ ഈ വിഡ്ത്തിനെയാണ് BF എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ ഗ്രേറ്റർ ദാൻ 12 ആണെങ്കിൽ, അത് രണ്ട് ചെയ്യുമ്പം 1.2 കൂടുതലാണെങ്കിലും അതുപോലെ തിക്നെസ് ഓഫ് ഫ്ലാഞ്ചിൻ്റെ തിക്നെസ് 40 mm കുറവാണെങ്കിൽ, ഓക്കെ, ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ H/BF എന്ന് പറയുന്നത് 1.2 കൂടുതലാണെങ്കിലും TF എന്ന് പറയുന്നത് 40 കുറവാണെങ്കിലും നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ ഈ രണ്ട് XX, അതായത് XX ആക്സിന് അബോട്ടഡ് ആയിട്ടുള്ള ബക്ലിംഗ് ക്ലാസ് Aയും YY ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബക്ലിംഗ് ക്ലാസ് Bയും ഒന്നും എടുക്കാം. ഇനി അതല്ല ഈ TF എന്ന് പറയുന്നത്, അതായത് ഫ്ലാഞ്ചിൻ്റെ തിക്നെസ് 40ക്കും 100നും ഇടയിലാണ് വരികയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇതാണ് എടുക്കേണ്ടത്. അതായത് ZZന് കറസ്പോണ്ടിങ് ആയിട്ട് ബക്ലിംഗ് ക്ലാസ് Bയും YYക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബക്ലിംഗ് ക്ലാസ് Cയും എടുക്കണം. ഇനി അടുത്തൊരു കണ്ടീഷൻ നമ്മളിവിടെ പറഞ്ഞു H/BF ഗ്രേറ്റർ ദാൻ 1.2 എന്ന് പറഞ്ഞു. ഇനി H/BF ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.2ഉം TF എന്ന് പറയുന്നത് 100ന് കുറവാണെങ്കിൽ നമുക്ക് എടുക്കേണ്ടത് ഇതാണ് ZZ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബക്ലിംഗ് ക്ലാസ് Bയും YY ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബക്ലിംഗ് ക്ലാസ് Cയും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ബക്ലിംഗ് ക്ലാസ് എടുക്കേണ്ടത്. അടുത്ത് നമുക്ക് വെൽഡഡ് ഐ സെക്ഷൻ്റെ തന്നിട്ടുണ്ട്, ഹോളോ സെക്ഷൻ്റെ തന്നിട്ടുണ്ട്, വെൽഡഡ് ബോക്സ് സെക്ഷൻ്റെ തന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ ചാനൽ സെക്ഷൻ വന്നാൽ, ആംഗിൾ സെക്ഷൻ വന്നാൽ, T സെക്ഷൻ, സോളിഡ് സെക്ഷനൊക്കെ വന്നാൽ നമുക്ക് ഇതിലേത് സെക്ഷൻ വന്നാലും നമ്മുടെ ബക്ലിംഗ് ക്ലാസ് C ആയിരിക്കും. അതുപോലെ തന്നെ ബിൽട്ടപ്പ് സെക്ഷൻ വന്നാലും ഹെവി ലോഡൊക്കെ വരുന്ന കണ്ടീഷനിലാണ് നമ്മൾ ബിൽട്ടപ്പ് സെക്ഷൻ എന്ന് പറയുന്നത്. ബിൽട്ടപ്പ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഐ സെക്ഷനാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഒരു ഐ സെക്ഷൻ ആണെങ്കിൽ ഈ ഐ സെക്ഷന് മാത്രം ചിലപ്പോൾ ലോഡ് ക്യാരി ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ മുകളിൽ ഒരു പ്ലേറ്റ് കൊടുക്കും. ഇങ്ങനെ മുകളിലും താഴെയും കൂടെ 2 പ്ലേറ്റ് ഇങ്ങനെ കൊടുത്ത് ഐ സെക്ഷനിലോ C സെക്ഷനിലോ ഒക്കെ ഇങ്ങനെ ഇതുപോലെ പ്ലേറ്റുകൾ മുകളിലും താഴെയും കൊടുക്കുന്ന ആ ടൈപ്സ് ഓഫ് മെമ്പേഴ്സിനെയാണ് നമ്മൾ ബിൽട്ടപ്പ് സെക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിൽട്ടപ്പ് സെക്ഷൻ ഹെവി ലോഡ് കേസിലൊക്കെ ആയിരിക്കും നമ്മൾ ബിൽട്ടപ്പ് സെക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ബിൽട്ടപ്പ് സെക്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. ബിൽട്ടപ്പ് സെക്ഷൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ബക്ലിംഗ് ക്ലാസ് C ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബക്ലിംഗ് ക്ലാസ് കണ്ടുപിടിക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്
സ്ലെൻഡർനെസ് റേഷ്യോ കണ്ടുപിടിക്കുക എന്നതാണ്. ഓക്കെ, നമുക്ക് സ്ലെൻഡർനെസ് റേഷ്യോ അറിയാം. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് എഫക്റ്റീവ് ലെങ്ത് ബൈ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് അതായത് കെ ഇൻറ്റു എൽ. അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. ലാംഡ എന്ന് പറയുന്നത് കെ എൽ ബൈ ആർ മിനിമം. അപ്പോൾ ഈ കെ എൽ എന്ന് പറയുന്നതിന് എഫക്റ്റീവ് ലെങ്ത്, അത് നമുക്കറിയാം. കെ എൽ എന്ന് പറയുന്നത് എഫക്റ്റീവ് ലെങ്ത്. അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ളത് നമുക്ക് പേജ് നമ്പർ 45 ടേബിൾ നമ്പർ 11 തന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഈ ടേബിളിലാണ് നമുക്ക് എഫക്റ്റീവ് ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറേ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. രണ്ടെൻഡും ഫിക്സ്ഡ്. ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ടെൻഡും ഫിക്സ്ഡ് ആണെങ്കിൽ എന്താണ് 0.65 ഇൻറ്റു എൽ ആയിരിക്കും നമ്മുടെ കെ എൽ എന്ന് പറയുന്നത്. ഇനി ഒരെൻഡ് ഫിക്സ്ഡും ഒരെൻഡ് പിൻഡും ആയിട്ടുള്ള കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഒരെൻഡ് റോളറും രണ്ടെൻഡും പിൻഡായിട്ടുള്ള തന്നിട്ടുണ്ട്. അങ്ങനെ ഇതിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ ഏതാണോ ചോദിച്ചിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള എഫക്റ്റീവ് ലെങ്ത് എടുക്കണം. ഇപ്പം നമ്മുടെ ഇതിൽ ഫിക്സ്ഡ് എന്താണ്? രണ്ടെൻഡും ഫിക്സ്ഡ് ആണ്. അതായത് റൊട്ടേഷനും ട്രാൻസ്ലേഷൻ, അതായത് ട്രാൻസ്ലേഷനായിട്ടുള്ള മൂവ്മെൻറ്റും റൊട്ടേഷനും റെസ്ട്രിക്റ്റഡ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുകയാണെങ്കിൽ അത് രണ്ടെൻഡും ഫിക്സ്ഡ് ആയിരിക്കും. അപ്പം ഏതാണ് കണ്ടീഷൻ, നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണ്ടീഷൻ എന്ന് നോക്കിയിട്ട് ഇതിന് കെ എല്ലിൻ്റെ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യണം. അതാണ് കെ എൽ എഫക്റ്റീവ് ലെങ്ത്. ആ ടേബിൾ നോക്കി, അതായത് പേജ് നമ്പർ 45 ടേബിൾ നമ്പർ 11 നോക്കിയിട്ടാണ് നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഇനി സ്ലെൻഡർനെസ് റേഷ്യോ കണ്ടുപിടിക്കുമ്പം നമുക്ക് സ്ലെൻഡർനെസ് റേഷ്യോ നമ്മൾ ബക്ലിംഗ് എന്ന ഫെയിലിയർ വരുന്നത് വെരി ലോങ് കോളത്തിനാണല്ലേ. അതായത് ലാംഡയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 18 ലാംഡയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 80 വരുന്ന കണ്ടീഷനിലാണ് നമ്മുടെ ബക്ലിംഗ് സംഭവിച്ച് ഫെയിൽ ആവുന്നത്. അപ്പം നമ്മൾ ഈ ലാംഡയുടെ വാല്യൂ ഹൈ വാല്യൂ വരുന്നതെന്ന് വെച്ചിട്ടായിരിക്കണം നമ്മൾ ആക്സിയൽ ലോഡ് കപ്പാസിറ്റി കണ്ടുപിടിക്കേണ്ടത്. ലാംഡയുടെ വാല്യൂ ഹൈ ആയിരിക്കണമെങ്കിൽ ആറിൻ്റെ വാല്യൂ ചെറുതായിരിക്കണം. അപ്പം നമുക്ക് RXXും തന്നിട്ടുണ്ട്, RXXും കാണും, RYYയും കാണും. അപ്പോൾ ഇതിലേത് സ്മാൾ വാല്യൂ, ഇതിൽ 6 സ്മാൾ വാല്യൂ ആയാലേ നമ്മുടെ ലാംഡ മാക്സിമം ആവും. അപ്പോൾ 6 ഏതിൻ്റെ വാല്യൂ ആണ് മിനിമം, ആ വാല്യൂ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇതിൽ ഏതാണോ റേഡിയസ് ഓഫ് ഗൈറേഷൻ ലീസ്റ്റ് ആയിരിക്കുന്നത്, ചെറിയ വാല്യൂ ആയിരിക്കുന്നത്, ആ വാല്യൂ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത് ഈ 6 കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം. √I/A. I എന്ന് പറയുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ബൈ ഏരിയ. അപ്പം ഈ I എന്ന് പറയുന്നത് നമ്മുടെ ഈ 6 മിനിമം ആയിരിക്കണമെങ്കിൽ നമുക്ക് 6 മിനിമം ആയിരിക്കണമെന്ന് പറഞ്ഞാൽ 6 മിനിമം ആക്കുന്നത് നമ്മുടെ സ്ലെൻഡർനെസ് റേഷ്യോ മാക്സിമം ആക്കാൻ വേണ്ടിയാണ്. മാക്സിമം വലിയൊരു വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി 6 മിനിമം ആവണമെങ്കിൽ 6ഉം ഐയും പ്രൊപ്പോർഷണലാണ്. അപ്പോൾ 6 മിനിമം ആവണമെങ്കിൽ നമ്മുടെ I വാല്യൂ മിനിമം ആയിരിക്കണം. I വാല്യൂ മിനിമം ആയാലേ നമ്മുടെ 6 മിനിമം ആവും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് സ്റ്റീൽ ടേബിളിന് IXXും കിട്ടും, IYYയും കിട്ടും. അപ്പോൾ ഇതിൽ IXXിലും IYയിലും ഏത് വാല്യൂ ആയിരിക്കും മിനിമം, അതായത് ചെറിയ വാല്യൂ ഏതിനായിരിക്കും, ആ വാല്യൂ എടുത്തിട്ട് വേണം നമ്മൾ ആ വാല്യൂവിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബക്ലിംഗ് ക്ലാസ് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ബാക്കി ചെയ്യാവുള്ളത്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് FCD ആണ്. അപ്പോൾ ഈ FCD കണ്ടുപിടിക്കാൻ 2 മെത്തേഡുണ്ട്. നമുക്ക് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ച് ഇക്വേഷൻ നമ്മുടെ IS 800 and 2007 കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻസ് യൂസ് ചെയ്ത് FCD കണ്ടുപിടിക്കുകയാണ് ഒരു ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻ്റർപൊളേറ്റ് ചെയ്ത് നമുക്ക് ബക്ലിംഗ് ക്ലാസ്, നമ്മൾ കുറേ ബക്ലിംഗ് ക്ലാസ് ABC എന്നുണ്ട്. അപ്പോൾ ഓരോ ബക്ലിംഗ് ക്ലാസ്സിനും ഓരോ ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിലെ വാല്യൂസ് സെലക്ട് ചെയ്ത് ഇൻ്റർപൊളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് മെത്തേഡിൽ കണ്ടുപിടിക്കേണ്ട FCD കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ FY/Γ_M0 ഡിവൈഡഡ് ബൈ 5+5² λ² റൈസ് ടു 0.5. ഇതാണ് FCD കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. നമുക്ക് FY അറിയാം. FY നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് 250 എടുക്കണമെന്ന് അറിയാം. Γ_M0 നമുക്ക് ടേബിൾ നമ്പർ 5ന് കിട്ടും. നമുക്ക് ഇതിൽ ഈ ഇക്വേഷനിൽ 5യുടെ വാല്യൂ അറിഞ്ഞൂടാ, ലാംഡയുടെ വാല്യൂ അറിഞ്ഞൂടാ. അപ്പോൾ ലാംഡയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ലാംഡ എന്ന് പറയുന്നത് സ്ലെൻഡർനെസ് റേഷ്യോ ആണ്, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് 5യുടെ വാല്യൂ അറിഞ്ഞൂടാ. അപ്പോൾ 5യുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്
ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫൈയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ 0.5 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു ലാംഡ മൈനസ് 0.2 പ്ലസ് ലാംഡ സ്ക്വയർ. ഈ ഇക്വേഷനാണ് ഫൈ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോൺ ഡൈമെൻഷണൽ എഫക്റ്റീവ് സ്ലെൻഡർനെസ് റേഷ്യോ ആണ് ഈ പ്രോബ്ലത്തിൽ ലാംഡ എന്ന് പറയുന്നത്. ആ ലാംഡയെ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. FY/L KL/R സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ ഇൻറ്റു ഇ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ്, 2 × 10⁵. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസൊക്കെ യൂസ് ചെയ്ത് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് FCD കണ്ടുപിടിക്കാം. ഇതൊരു മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് കിട്ടിയ ബക്ലിംഗ് ക്ലാസ് C ആണ്. ബക്ലിംഗ് ക്ലാസ് കിട്ടിയെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിളാണ് 9C. ഇവിടെ ബക്ലിംഗ് ക്ലാസ് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിൾ യൂസ് ചെയ്ത് നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പം നമുക്ക് കിട്ടിയ ലാംഡ എന്ന് പറയുന്നത്, അതായത് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു 45 ആണ് നമുക്കിപ്പോൾ കിട്ടിയെങ്കിൽ അത് നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്യാം. ഈ 45 എന്ന് പറയുന്നത് ഈ 40ക്കും 15നും കറസ്പോണ്ടിങ് ആയിട്ടുള്ളതല്ലേ. അപ്പോൾ 40 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടെങ്കിൽ നമുക്ക് 250 എടുക്കാം. അപ്പോൾ 40ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 198 ആണ്. അപ്പോൾ 40ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 180. നമുക്ക് 45ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത് 50ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 250ന് 183. അപ്പോൾ ഈ ഇത്രയും വാല്യൂ വെച്ച് നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടിയ സ്ലെൻഡർനെസ് റേഷ്യോയുടെ വാല്യൂ 45 ആണെങ്കിൽ ആ 45ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള FCDയുടെ വാല്യൂ നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് മെത്തേഡ് 2 എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് മെത്തേഡ്. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ എളുപ്പം ആ മെത്തേഡ് യൂസ് ചെയ്ത് FCD കണ്ടുപിടിക്കാം. ഇനി FCD കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യണം, അതായത് ആക്ച്വൽ ലോഡ് കണ്ടുപിടിക്കണം. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയാണ് തന്നിട്ടുള്ളത്. അപ്പം ആ ആക്ച്വൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കണം. ആക്ച്വൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ PD = FCD × ഏരിയ. ഈ FCD എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിക്കും. തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച FCD. ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമ്മൾ സ്റ്റീൽ ടേബിളിന് നോക്കി എഴുതി വെച്ചിട്ടുണ്ട്. ആ ഏരിയ ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ച്വൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കിട്ടും. ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ക്ലോസ് എന്ന് പറയുന്നത് പേജ് നമ്പർ 34 ക്ലോസ് 7.1 ആണ്. നമുക്ക് ആ ക്ലോസ് ഒന്ന് നോക്കാം. ഡിസൈൻ സ്ട്രെങ്ത്, നമുക്ക് ഇപ്പം ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയോ ഡിസൈൻ സ്ട്രെങ്തോ ആയിരിക്കും ക്വസ്റ്റ്യൻ എങ്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള സ്റ്റെപ്സാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് സേഫ് ആവണമെങ്കിൽ ഈ PD എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിക്കുന്ന ഡിസൈൻ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഡിസൈൻ ലോഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു ലോഡ് തന്നിട്ടുണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ലോഡിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. ഗ്രേറ്റർ ആണെങ്കിൽ ആ മെമ്പർ നമുക്ക് സേഫ് എന്ന് പറയാം. അല്ലാതെ നമുക്ക് ലെസ് ദാൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന P വാല്യൂ ആണ് ഗ്രേറ്റർ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 180 എന്നുള്ള ഒരു Pക്ക് 180 kN ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ നമുക്കത് 178 ആണ് കിട്ടിയത്. 178 എന്ന് പറയുന്നത് 180യേക്കാൾ കൂടുതലല്ലേ. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ല. അപ്പം ഇത് ഫെയിൽ ആവുകയാണ്. അപ്പം നമ്മൾ വീണ്ടും റീഡിസൈൻ ചെയ്യണം. അല്ലാതെ ഇത് തിരിച്ചായിരുന്നു, 180യേക്കാൾ കൂടുതലായിരുന്നു, നമുക്ക് 180 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, നമുക്ക് 190 ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇത് സേഫ് ആയിരിക്കും. നമുക്ക് പ്രോബ്ലം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഈ PD കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഏരിയ × FCD ആണ്. അപ്പോൾ ഇതാണ് ഡിസൈൻ സ്റ്റെപ്സ്. സിമ്പിൾ പ്രോബ്ലംസ് ആണ്. ആക്ച്വൽ ലോഡ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത് നമുക്ക് ഇത്രയും സ്റ്റെപ്സ് പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് എളുപ്പത്തിൽ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡേറ്റ എഴുതുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബക്ലിംഗ് ഗ്ലാസ്, നമ്മുടെ ഏതാണോ സെക്ഷൻ തന്നിരിക്കുന്നത് ആ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബക്ലിംഗ് ഗ്ലാസ് കണ്ടുപിടിച്ചെടുക്കുക. അത് കഴിഞ്ഞ് സ്ലെൻഡർനെസ് റേഷ്യോ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞ് ഡിസൈൻ സ്ട്രെങ്ത് FCD കണ്ടുപിടിക്കുക. പിന്നെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ആക്ച്വൽ ആയിട്ടുള്ള ആ ലോഡ് കണ്ടുപിടിക്കുക. ഇത്രയാണ് മെയിനായിട്ട് വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്.